ഗായ്സ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു സൈക്ലിങ്ങും ആൻഡ് നടക്കാനും ഉള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, ഇതാണ് എൻ്റെ വീട്. ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം നമ്മളുടെ ഈവനിങ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നടന്നു തുടങ്ങാം. ബായോ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ തോട്ടം കേട്ടോ. വാഴയും ചേമ്പും പിന്നെ ആണെന്നുണ്ട് കപ്പ, തെങ്ങ്, കപ്പളം എല്ലാം കൂടെ നിറഞ്ഞൊരു കുഞ്ഞി തോട്ടാട്ടോ. നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു പുല്ല് പിടിച്ച പറമ്പാട്ടോ. കണ്ടില്ലേ എൻ്റെ തോട്ടം? ഇപ്പുറത്തോട്ട് നിങ്ങൾ നോക്കൂ, അപ്പുറത്തെ ഒരു പറമ്പാട്ടോ. ആ പറമ്പിൽ കുറച്ചധികം പുല്ലൊക്കെ ആയിട്ട് നിൽക്കും, ആരും വരാത്തതാട്ടോ. ഇനി നമുക്ക് നേരെ കുറച്ച് നടക്കണം. നമുക്ക് സൈക്ലിങ്ങിൽ കയറി പോവാം. വായോ. അപ്പോൾ ഗായ്സ്, ഇത് നമ്മുടെ പറമ്പിൻ്റെ അടുത്തുള്ള ഒരു കൊക്കോ പറമ്പാട്ടോ. ഇവിടെ കൊക്കോ ഉണ്ട്, ഭയങ്കര പുഴുവായിട്ടുള്ള കുറേ തേക്കുണ്ട്, വാഴയുണ്ട്, തെങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കപ്പ കുറേ ഉണ്ട്, പക്ഷെ തന്നെ വളർന്നു വരുന്ന കപ്പയാണ്, പുല്ല് പോലെ. പക്ഷെ ഇവിടുത്തെ ഇല്ലേ, ഇവിടെ ഈ കിളികളുടെ രാജ്യമാണ്. കാരണം കിളികളുടെ എണ്ണാന്ന് കാരണം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആരും വരത്തില്ല. അത് കാരണം ഇവിടെ കൊക്കോ എല്ലാത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ. പിന്നെ ഇവിടുത്തെ തേക്കിൻ്റെ എല്ലാം പോയി പുഴു ചുറ്റിൽ നിൽക്കുക, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. പിന്നെ ഇവിടെ വൈകുന്നേരവും രാത്രിയൊക്കെ ആകുമ്പോൾ കിളികളുടെയും അണ്ണാൻ്റെ എല്ലാ ചിലപ്പോൾ എല്ലാം കാണിക്കും. ഈ മരത്തോട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ, കുറേ കിളികളും എല്ലാം വന്ന് നേരത്തെ വന്ന് നിന്ന് ആ പുഴുക്കളെ എല്ലാം കാക്കിയും എല്ലാം നല്ല രസമാണ് കാണാൻ. ഇവിടെ ഒരു കള്ള പോലത്തെ പറമ്പുണ്ട്. അങ്ങനെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കുറച്ച് കേൾക്കും. ഇവിടെ ഒരു പറമ്പുണ്ട്, വാഴത്തോട്ടം. അതിന് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ കുറേ വീടൊക്കെ ഉണ്ട്. ഈ വാഴത്തോട്ടം നിങ്ങൾ നോക്കിയോ. കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. കുറേ വാഴകൾ കൊണ്ട് നിറഞ്ഞ ഈ തോട്ടങ്ങളെ എന്ത് ഭംഗിയാണോ. നമുക്കിനി കുറച്ച് കൊക്കോകൾ കാണാം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അണ്ണാൻ്റെ കൂട് പോലെ, പക്ഷികളുടെ കൂട് പോലെ ഇരിക്കുന്ന അണ്ണാനും പക്ഷിയും പിന്നെ കൊക്കോ കണ്ടില്ലേ. ഇതിലിതേ ഒരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ട്. അധികം വയ്യാതെ അതും പോവും. നിങ്ങൾ ഈ കൊക്കോയുടെ പൂ കണ്ടിട്ടില്ലേ? പായോ, ഞാൻ കാണിച്ചു തരാം. കൊക്കോയുടെ പൂ ഈ കൊക്കോയുടെ അടിയിൽ തന്നെ വെപ്പുണ്ട്. കണ്ടോ, കുഞ്ഞു മുട്ടും ഒരു പൂവും. ഈ കൊക്കോ അധികം വയ്യാതെ കിളികളുടെ തീറ്റയാവും. ഇവിടെ വൈകുന്നേരം എല്ലാം കുറേ കാക്കകൾ ഇവിടെയുണ്ട്, കണ്ടില്ലേ. പായോ, നിങ്ങൾക്ക് ഞാൻ ഒരു കൊക്കോ പഴുക്കാറായത് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലേ ഈ കൊക്കോ? ഇത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനുള്ളിൽ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ. വായോ, ഈ കൊക്കോ എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇരിക്കാൻ വേണ്ടിയായിട്ട് കല്ലും കൊണ്ടൊരു പാത പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ ചുമ്മാ വലിയ കല്ലും അതിൻ്റെ മേലിൽ കൂടെ മിറ്റത്തിടുന്ന മിറ്റിലും ഇട്ടുണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ പായൽ കയറിയിട്ടുണ്ട്. ഞങ്ങളിപ്പം മഴ കാരണം ഇരിക്കാറുണ്ട്. ഇങ്ങനെ അടിച്ചു ഒറ്റടി കിട്ടിക്കും. കണ്ടില്ലേ, ഇതാണ് ഈ കൊക്കോയുടെ ഉള്ള. ഇതിൽക്കൂട്ട് ഒരു അള്ളെടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. നല്ല രുചിയാട്ടോ. ഇതിൻ്റെ അകത്തെ കുരു വെച്ചിട്ടാണ്
നമ്മളുടെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തൊക്കെ വേണം ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ. ഞാൻ സൈക്കിൾ അവിടെ ഇട്ടതാ, അതുകൊണ്ട് ഇച്ചിരി നടക്കണം. നമ്മൾ നടക്കുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് വായ സൈക്കിളിൽ കൊണ്ടോട്ട് പോകാം. അപ്പൊ നമ്മള് ഇവിടെ ഒരു തോട്ടം ഇനിയുണ്ട് കേട്ടോ. ഈ തോട്ടം ഒരു വീട് പണിയാൻ വേണ്ടി വെച്ചിരിക്കുന്ന തോട്ടമായിരുന്നു. ഇപ്പം ആ തോട്ടം ഒന്നും പണിയാതെ ഒരു കിണർ മാത്രമായിട്ട് കിടക്കും. കിണർ കുഴിച്ചപ്പോഴത്തെ മണ്ണായിട്ടോ അവിടെ കാണുന്നത്. ഞങ്ങള് ഇവിടെ എന്നും വന്ന് കളിക്കും. ഈ മലയുടെ ചുറ്റൂടെ മലയാണെന്നും പറഞ്ഞു. നിങ്ങളെ ഞാൻ കിണറിന് കളിച്ചു തരാം. ഇതിനകത്ത് ഇപ്പം മഴ പെയ്തതിന്റെ കുറച്ച് ചെളിയായിട്ടുള്ള വെള്ളമുണ്ട്. ഇവിടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കല്ലിടം